എങ്ങനെയാണെങ്കിലും ഒരു പ്രതി ഇതിലുണ്ടാകും. കാരണം ഇത് ചിത്രീകരിക്കപ്പെട്ട അങ്ങനെ ഉണ്ടാക്കിയ വ്യക്തിവൈരാഗ്യം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു വീഡിയോ ആണെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടത് ഈ നാട്ടിലെ സംവിധാനങ്ങളെയാണ്, മാധ്യമങ്ങളെയാണ്. ഈ നാട്ടിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നടന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണെങ്കിലും വിശദമായ അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ പ്രതികളെ പുറം ലോകത്ത് എത്തിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രദീപ് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റൊരു വശം കൂടി പറയുകയാണ്. കൊച്ചിയിലെ തൊഴിൽ പീഡനത്തിൽ മുൻപ് പരാതി പറഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നൊരു ആരോപണം കൂടി വന്നിരുന്നു. സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു എന്നാണ് മുൻ കമ്പനി ജീവനക്കാരന്റെ വെളിപ്പെടുത്തലുള്ളത്. അതേസമയം കമ്പനി ഉടമ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ കഴിയുകയാണ്. തൊഴിൽ പീഡനത്തിൽ യുവജന കമ്മീഷൻ കേസെടുത്തിട്ടുമുണ്ട്. വസ്ത്രങ്ങൾ അടുപ്പിച്ച് നായയുടെ ബെൽറ്റ് കഴുത്തിൽ കെട്ടി മുട്ടിലിഴഞ്ഞ് നാണയം നക്കിയെടുപ്പിക്കുന്ന രീതി. കൊടും പീഡനത്തിനെതിരെ പെരുമ്പാവൂർ പോലീസിൽ ഒരാഴ്ച മുമ്പ് പരാതിപ്പെട്ടതാണ്. പക്ഷേ നടപടി മാത്രമുണ്ടായില്ല. നടപടിയൊന്നും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളെ ഉപയോഗിച്ച ആ പോലീസുകാരന് ഈ ഹുബൈലിനെ വിളിക്കുകയും ചെയ്തു. പക്ഷേ ഹുബൈൽ ഒരു 10 മിനിറ്റ് സാറേ ഞാൻ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തുടങ്ങി. ഈ ഹുബൈൽ പിന്നെ വന്നേ ഇല്ല. അവിടെ ആ മുമ്പിൽ ഇരുന്ന പോലീസുകാരൻ ചോദിച്ചാൽ എന്താണെന്ന് അറിയോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയടാ, നിങ്ങളുടെ തെറ്റല്ലേ എന്നാ പറയണത്, ഞങ്ങളുടെ തെറ്റല്ലേ എന്നാ പറയണത്. കെൽട്രോ ഗ്രൂപ്പ് എന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉടമയായ ഹുബൈൽ ലൈംഗിക പീഡന കേസിലും പ്രതിയാണ്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിലേക്ക് തൊഴിലിനായി എത്തിച്ച യുവതികളെ പേഴ്സണൽ മീറ്റിംഗ് എന്ന പേരിൽ വിളിച്ചു വരുത്തിയായിരുന്നു അതിക്രമം. നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര സെറ്റപ്പാണ് അവിടെ. നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ നല്ല സൂപ്പറാണ്, അങ്ങനെ ഇങ്ങനെ നമ്മൾ വിചാരിക്കും നല്ലതാണ് എന്നൊക്കെ. ഒരു ഇൻസ്റ്റഗ്രാം ID നമ്മൾ ചോദിച്ച് അത് ഷെയർ ചെയ്യരുത്, ഒരു ഫോൺ നമ്പർ ഷെയർ ചെയ്ത് അവിടുത്തെ ഈ സീനിയർ മാനേജർ അല്ല അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് നിൽക്കുന്ന അവരുടെ നമ്പർ അല്ലാതെ മറ്റവിടുത്തെ ആരുടെയും ഒരു ഇൻസ്റ്റഗ്രാം ID ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ആവട്ടെ ഇതൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല, നമ്മൾ ചോദിക്കരുത്. സംഭവം വാർത്തയായതിനു പിന്നാലെ പരാതിക്കാരിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ തേടി. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ എവിടെയാണ് എന്നതിൽ വ്യക്തതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആരോപണ വിധേയമായ കമ്പനി ഉടമയ്ക്ക് സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കെൽട്രോ അങ്ങനെന്തോ ഒരു സ്ഥാപനം, അതിന്റെ ഉടമസ്ഥനെതിരെ ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പ് മറ്റൊരു അവിടുത്തെ സ്ത്രീ ജീവനക്കാരി അവരോട് മോശമായി പെരുമാറിയ മറ്റു കാര്യത്തിന് പരാതി നൽകുകയും പെരുമ്പാവൂർ പോലീസ് അതിന് കേസെടുത്ത് അയാളെ ഇപ്പൊ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണെന്നാണ് അറിവ്. ആരെയും നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നീതി വേണം എന്നു തന്നെയാണ് പരാതിക്കാർക്കും പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.